രാജി ചന്ദ്രശേഖർ തലസ്ഥാനത്തെ കഴിഞ്ഞ ദിവസം മഴയിൽ ഒരു വീട് തകർന്നിട്ടുണ്ടല്ലോ, ആ വീട് സന്ദർശിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഓഡിയോ ചന്ദ്രശേഖർ അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് അവിടെ എത്തിയത്? എന്താ ഉറപ്പാണ് ആ കുടുംബത്തിന് അദ്ദേഹം നൽകിയത്? അശ്വതി, ഇന്നലെയാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റിൽ കരമന തളിയിൽ മേഖലകളിലെ 3ഓളം വീടുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയത്. വ്യാപക നാശനഷ്ടമാണ് ഈ മഴയെ തുടർന്ന് തലസ്ഥാന ജില്ലയിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. വ്യാപകമായ കൃഷിനാശം, ഒപ്പം തന്നെ വീടുകളുടെ മേൽക്കൂരകൾ തകരുക, ഒപ്പം തന്നെ വീടുകളുടെ മതിലുകൾ ഇടിഞ്ഞു വീണൊക്കെ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രാവിലെ നേമം MLA-യും ഒപ്പം തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള BJP-യുടെ സമാധാനായ സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ഇപ്പോൾ ഈ നേമത്ത് മണ്ഡലത്തിലെ കരമനയിലുള്ള ഈ വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വീടുകൾക്കാണ് വ്യാപകമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചത്. വീടുകളുടെ മേൽക്കൂരകൾ പൂർണ്ണമായും കാറ്റത്തിളകി പറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയിലെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകാതെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പരിഗണന നൽകുകയും നേമത്തെ വോട്ടർമാരൊക്കെയാണ് അവരുടെ നിലവിലെ സാഹചര്യങ്ങൾ അദ്ദേഹം എത്തി വിലയിരുത്തുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇനി എന്ത് ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് BJP സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ ഇവിടുത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള കാലടി വാർഡ് കൗൺസിലർ മഞ്ജു GS അടക്കമുള്ളവരും ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സന്ദർശനത്തിലുണ്ട്. വീടുകളിലെത്തി വീടുകളുടെ ഉടമസ്ഥരുമായി എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. നമുക്കറിയാം, അതിശക്തമായ കാറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് മണിക്കൂറിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്ന സമയത്ത്. പക്ഷേ വീടുകളുടെ മേൽക്കൂരകൾ ഇളകി പോകുന്ന രീതിയിലുള്ള അതിശക്തമായ കാറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ വീടുകളിലൊന്നും തന്നെ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു അപകടം ഒഴിവായത്. ആളപായമോ മറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ ഇന്നലെ സമീപത്തെ വീടുകളിലും ബന്ധുവീടുകളിലും ഒക്കെയാണ് താമസിച്ചത്. അപ്പം എന്താണ് ഉണ്ടായത്, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാജി ചന്ദ്രശേഖർ ചോദിച്ചറിയുന്നത്. ഏകദേശം 5-ലധികം വീടുകൾ, 6ഓളം വീടുകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉള്ളത്. വെള്ളം കയറുന്നൊരു ഭാഗമാണ്. കരമന ആറിൻ്റെ സമീപ പ്രദേശമാണ്, അതിൻ്റെ കരഭാഗമാണ്. അപ്പോൾ കരമന ആറ്റിൽ വെള്ളം കയറുമ്പോൾ ഈ വീടുകളിലൊക്കെ സ്വാഭാവികമായും വെള്ളം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ മഴയത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ദുരന്തം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇത് ആദ്യമായിട്ടാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സാഹചര്യം പരിശോധിച്ച് ഏത് നടപടി സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ജനങ്ങൾക്കൊപ്പമുണ്ട്, ജനപ്രതിനിധിയായി താനുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക കൂടിയാണ് ഈ ഒരു ദുരന്ത സമയത്ത് അവർക്കൊപ്പം ചേർന്നതെന്ന് ഇന്നുകൊണ്ട് രാജി ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നലെ സ്ഥലത്തില്ലാത്തതിനാലാണ് അദ്ദേഹത്തിന് ഇന്നലെ എത്തിപ്പെടാൻ കഴിയാഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അശ്വതി, തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. ഈ കാറ്റിൽ കരമന തളിയിൽ മേൽക്കൂര ഇളകിപ്പോയിരുന്നു വീടിൻ്റെ. ആ വീടുകൾ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ സന്ദർശിക്കുന്നു. അവിടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അവിടെയുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ നേരിട്ട് എത്തി ജനങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് രാജി ചന്ദ്രശേഖർ. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വരാന്ന് പറഞ്ഞേട്ടാ, ഞാൻ വിളിച്ചിരുന്നു. ഡോബി കടവാണ് നമ്മൾ ചെയ്തു കൊടുത്തു. തലസ്ഥാനത്താണ് അതിശക്തമായ കാറ്റിൽ കരമന തളിയിലുള്ള മേൽക്കൂര, വീടുകളുടെ മേൽക്കൂര ഇളകിപ്പോയ നിലയിലായിരുന്നു വീടുകൾ. എന്തായാലും ആ വീടുകൾ നേരിട്ടെത്തി സന്ദർശിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തളിയിലുള്ള വീടുകളിലെത്തി സന്ദർശിക്കുകയാണ് രാജി ചന്ദ്രശേഖർ MLA. ഒപ്പം തന്നെ
അവിടെ ജനപ്രതിനിധികൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. BJP പ്രവർത്തകരുണ്ട് ഒപ്പം. ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ നാശനഷ്ടം സംഭവിച്ചു. നേമം നിയമസഭാ മണ്ഡലത്തിലെ കരമനയിൽ മേൽക്കൂര പൂർണ്ണമായ തകർന്ന വീട് സ്ഥലം MLAയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. ശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്നലത്തെ മഴയിൽ മുകളിൽ ഷീറ്റ് ഇട്ടതെല്ലാം പറന്നുപോയി. അപ്പൊ തന്നെ വന്നു രാജീവേട്ടൻ ഇപ്പോൾ വന്ന് കണ്ടു, എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഷീറ്റൊക്കെ ഇടുന്നതിന് ഇന്ന് തന്നെ നടപടി എടുക്കുന്നുണ്ട്. എന്താണോ ഇവരുടെ കൺസേൺ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യും. സങ്കടമാണ്. അപ്പോൾ ഇത് പരിഹരിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ആ വർക്ക് തുടങ്ങണം. ഞാൻ എൻ്റെ പാർട്ടി സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇന്നു മുതൽ ആ വർക്ക് തുടങ്ങി അടുത്ത 2-3 ദിവസം ഈ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അതാണ് ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് MLAൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു, കർത്തവ്യമായിട്ട് കാണുന്നു. അത് ഞാൻ ചെയ്യും, പാർട്ടി ചെയ്യും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ആ തകർന്ന വീടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും എന്ന സ്ഥലം MLA രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. BJP പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു കാലതാമസമില്ലാതെ ഇന്ന് തന്നെ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പഴയ സ്ഥിതിയിലേക്ക് ആ വീട് ആക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നും അതിനുവേണ്ട നിർദ്ദേശം സ്ഥലത്തെ BJP പ്രവർത്തകർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നത്. ശാലിനി അവിടെ നിന്നും ചേരുകയാണ്. ശാലിനി, അദ്ദേഹം ആ സ്ഥലം സന്ദർശിച്ചു. മാത്രമല്ല ഉടനടി ആക്ഷനാണ്, അപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശവും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥിതിഗതികൾ കാലടി കൗൺസിലറുടെ നേതൃത്വത്തിൽ, മഞ്ജു GSന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി പരിശോധിച്ചിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം അത്രയധികം പ്രശ്നമാണ്. കാരണം ഇവരൊക്കെ ഇന്നലെ അന്തി ഉറങ്ങിയത് ഇവരുടെ കുടുംബാംഗങ്ങളുടെയും മറ്റ് ബന്ധുവീടുകളിലും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അടിയന്തര സഹായം നൽകാൻ വേണ്ടി തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം നിയോജക മണ്ഡലം MLA കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഉടനടി ഇവർക്ക് എന്താണ് സഹായം വേണ്ടത് എന്നത് തീരുമാനിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കും. ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടുകളുടെ മേൽക്കൂരകളാണ് പൂർണ്ണമായും തകർന്നു പോയത്. അപ്പോൾ ആ മേൽക്കൂര അടിയന്തരമായി തന്നെ ഷീറ്റ് ഇട്ടുകൊണ്ട് സഹായം നൽകാൻ പോവുകയാണ്. തനിക്കൊപ്പം പ്രവർത്തകർ, നേമം നിയോജക മണ്ഡലത്തിലടക്കമുള്ള BJP പ്രവർത്തകരടക്കം അതിന്റെ ഭാഗമാകും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സഡൻ ആക്ഷൻ എടുക്കുകയാണ് എന്നുള്ളതാണ്. ശക്തമായ കാറ്റാണ്, മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഈ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനമൊന്നുമില്ല. 40 മുതൽ 60 കിലോമീറ്റർ ഒക്കെ വേഗത്തിൽ ശക്തമായ കാറ്റ് ഈ മണിക്കൂറിലും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. ഒരു തീരദേശ മേഖലയാണ്, കരമന ആറിൻ്റെയൊക്കെ സമീപമാണ്. അപ്പോൾ കാറ്റ് വീശാനൊക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം പറ്റിയത്. എന്തായാലും അവർക്ക് അടിയന്തരമായി എന്താണ് ഇപ്പോൾ വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പിന്നീട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചെയ്ത് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ MLA കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും MLA എന്ന നിലയിൽ തങ്ങളെ ജയിപ്പിച്ചു വിട്ട നിയോജക മണ്ഡലത്തിലെ ആളുകളാണ്, വോട്ടർമാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് MLA എന്ന നിലയിൽ എന്ത് സഹായമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് അത് ഉടനടി ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഒരു വെറും വാക്കാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, പറയാൻ കഴിയുന്നത്. കാരണം മുൻപൊക്കെ നമുക്കറിയാം പറഞ്ഞതേ ചെയ്യൂ, ചെയ്യാൻ കഴിയുന്നതേ പറയൂ എന്നുള്ള ഒരു മുദ്രാവാക്യം അദ്ദേഹം എപ്പോഴും എടുക്കാറുണ്ട്. അത് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും ഉണ്ടാവുക. എന്തായാലും ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ഉടനടി ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് മടങ്ങിയത്. 3 വീടുകൾക്കാണ് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചത്. വീടുകളുടെ മേൽക്കൂരകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഇളകി കാറ്റത്ത് മറ്റൊരു പറമ്പിലേക്ക് വീണ് കിടക്കുകയും ചെയ്യുന്നത്. അവർക്ക് എന്തായാലും സഹായം ഉടനടി എത്തും. ഓക്കെ.
ഗൗതം. ഓക്കെ, ശാലിനി, കരമനയിലെ തളി ഭാഗത്താണ് ഇന്നലത്തെ ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നത്. സ്ഥലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വീടുകൾ പുനർനിർമ്മിക്കാനും ഒപ്പം ആ കുടുംബങ്ങൾക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശം ആ സ്ഥലത്തെ BJP പ്രവർത്തകർക്കും കൗൺസിലർക്കും നൽകിയെന്നും സ്ഥലം MLA വ്യക്തമാക്കി. ശാലിനിയാണ് കരമനയിൽ നിന്നും ചേർന്നത്.